ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രത്തിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സജീവമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ ദേവസ്വം സ്ട്രോങ് റൂമിലും പരിശോധന തുടരുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഹൈക്കോടതി തന്നെയാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തത്. ജസ്റ്റിസ് KT ശങ്കരൻ അധ്യക്ഷനായിട്ടുള്ള അമിക്കസ് ക്യൂറി നേരത്തെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വന്ന് ഒരു തവണ പരിശോധന നടത്തി മടങ്ങിയതാണ്. അവിടുത്തെ വിവരശേഖരണവും അതുപോലെ തന്നെ രേഖകളും മറ്റ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കളുടെയും ഒക്കെ അളവും തൂക്കവും സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ ഒന്ന് ശേഖരിച്ചിരുന്നതാണ്. എന്നാൽ അതിനിപ്പുറത്തേക്ക് വീണ്ടും വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള അമിക്കസ് ക്യൂറി സംഘം ഇന്നലെ വൈകിട്ടോടുകൂടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിയത്. ഇന്നലെ തുടങ്ങിയ പരിശോധനയാണ് ഇന്നും തുടരുന്നുണ്ട്. സ്ട്രോങ് റൂമിലടക്കം ഇരിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും അളവും തൂക്കവും സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കണക്കെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അവിടുന്ന് തിരുവാഭരണ ഘോഷയാത്ര അടക്കം പോകുന്നുണ്ട്. അപ്പോൾ ഭഗവാന് ഭക്തർ നൽകുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളടക്കം അല്ലെങ്കിൽ പണ്ട് കൈമാറി വന്ന ആഭരണങ്ങളടക്കം ഈ പറയുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തരത്തിൽ വലിയ വ്യാപ്തിയിലേക്ക് പോയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഇപ്പോൾ കോടതി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് KT ശങ്കരൻ അധ്യക്ഷനായിട്ടുള്ള അമിക്കസ് ക്യൂറി സംഘം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി പരിശോധനയും തെളിവെടുപ്പും നടത്തുന്നത്. ഇതിന് പിന്നാലെ സന്നിധാനത്തും സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് അമിക്കസ് ക്യൂറി സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.